നമസ്കാരം. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ. അതെങ്ങനെ അലഞ്ഞു തിരിയുന്നു? ശരിക്കും ദുരാത്മാക്കൾ അല്ലെങ്കിൽ നല്ല ആത്മാക്കൾ, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മൾ ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് പുറത്തു പോയാൽ ആത്മാവിലൂടെ പോകുന്നത് നമ്മുടെ രണ്ട് മനസ്സും കൂടെ ചേർന്ന ഒരു മനസ്സായിട്ടാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പുറത്തു പോകുന്നത്. ഇതിനെ ചില ആൾക്കാർ, ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നവരൊക്കെ അതൊരു എനർജിയാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടെ എല്ലാം തീർന്നു, ഇതൊരു എനർജിയായി മാറുന്നു, പിന്നെ അടുത്ത മാറ്ററായി മാറുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ പലരും പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും മരിച്ചു കഴിയുമ്പോൾ അതൊരു നമ്മളെ ആത്മാവെന്ന് പറയുന്ന ഒരു എനർജി തന്നെയാണ്. പക്ഷെ അതിൽ മനസ്സുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനത് ആദ്യം വിശദീകരിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്കൊരു ആക്സിഡന്റ് പറ്റേ അല്ലെ എന്തെങ്കിലും ചെയ്ത് കോമ സ്റ്റേജിൽ ആയി കിടക്കുന്നു, അല്ലെ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു. പിന്നീട് ഉണർന്നിട്ട് അയാൾ പറയുന്നു, ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ അപ്പുറത്ത് പോയി അവരെ കണ്ടു, ഡോക്ടർമാർ വരുന്നു എനിക്ക് ട്രിപ്പ് നൽകുന്നത് അല്ലെങ്കിൽ എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ ആത്മാവ് ശരീരം വിട്ട് പുറത്ത് വന്നിട്ട് ഈ അലഞ്ഞു തിരിയുന്നത് കൊണ്ടാണ് അവർക്ക് ഈ അപ്പുറത്തൊക്കെ പോയി സ്വന്തം ശരീരത്തെയും ഡോക്ടർമാർ ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മയൊക്കെ നിലനിർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വികാരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ മനസ്സ് ഈ ആത്മാവിലാണുള്ളത്. ഇപ്പോൾ ആ ആത്മാവ് ചുരുക്കം പറഞ്ഞ് തൊട്ടടുത്ത് ഒരു നിസ്സാര ഒരു പൂച്ച, ആ പൂച്ച മരിച്ച് ചത്തുപോയി എന്ന് വിചാരിക്കുക. നമ്മുടെ ആത്മാവ് ആ എനർജി നേരെ ആ പൂച്ചയിൽ ചെന്ന് കയറി, പൂച്ച ഉടനെ കണ്ണൊക്കെ തുറന്നു. ഓക്കെ, അപ്പോൾ ഒരാൾ ആ പൂച്ചേനെ ഒരു കമ്പെടുത്ത് അടിക്കുന്നു. ശരിക്കും നോവുന്നത് ആർക്ക്? അകത്തിരുന്ന പൂച്ചയുടെ ആത്മാവ് പോയി, നമ്മുടെ ആത്മാവാണ് ആ പൂച്ചയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അടിക്കുമ്പോൾ നോവുന്നത് ആ പൂച്ചയ്ക്കാണോ അല്ലെങ്കിൽ ഈ ആത്മാവിനാണോ? ശരിക്കും നോവുന്നത് ഇപ്പൊ കയറി നിൽക്കുന്ന ആത്മാവിനാണ്. ഇതുപോലെ തന്നെ അപ്പൊ ആ പൂച്ചയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അത് കയറി എന്ന് വെച്ചോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ കണ്ണൊക്കെ തുറന്ന് ഒരു ബോധം വന്നു. ആരെങ്കിലും ആ ശരീരത്തിനെ മുറിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ വേദനിക്കുന്നത് ശരിക്കും ആർക്കാണ്? പൂച്ചയുടെ ഉള്ളിൽ നിൽക്കുന്ന നമ്മുടെ ആത്മാവിനാണോ അതോ ആ നമ്മുടെ ശരീരത്തിലേക്ക് താൽക്കാലം കയറിയ ആ പൂച്ചയുടെ ആത്മാവിനാണോ? ഈ സത്യം തിരിച്ചറിയണം. ഈ പല ആത്മീയ ഗുരുക്കന്മാരും അല്ലെങ്കിൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ആത്മാക്കളില്ല, അല്ലെങ്കിൽ ആത്മാവായി കഴിഞ്ഞാൽ പിന്നെ മനസ്സാതൊന്നുമില്ല, അവർ ഈ മരിച്ചതുപോലും തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ സാധാ ജനത്തെ തെറ്റിപ്പിക്കുന്നു. അവർക്ക് മരിച്ചു കഴിഞ്ഞതിന് ശേഷമേ സത്യങ്ങൾ പിടികിട്ടുകയുള്ളൂ. എനിക്ക് ദൈവം പല പല അനുഭവങ്ങളിലൂടെയും നേരിട്ടും എന്നോട് സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളുടെ ഒരു സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. ആ ശരീരത്തിൽ ഇപ്പോൾ ഏത് ആത്മാവാണോ കയറിയിരിക്കുന്നത് ആ ആത്മാവിനാണ് ശരിക്കും വേദന അനുഭവിക്കുന്നത്. ഇതൊരു വശം മനസ്സിലാക്കി വെച്ചോ. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ദൈവം എനിക്ക് പറഞ്ഞതിന് കണക്കാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ ആ ആത്മാവ് അല്ലെങ്കിൽ ആ ഇടി എപ്പോഴാണോ എവിടെ വെച്ചാണോ ആ വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്, ആ സമയത്ത് തന്നെ ആത്മാവും പുറത്തു വരും. ഇപ്പം ഇതിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവൻ എന്താണെന്നും ആത്മാവ് എന്താണെന്നും തിരിച്ചറിയണം. ആത്മാവ് വേറെ, ജീവൻ വേറെ. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ആത്മാവ് എന്ന് പറഞ്ഞ വേറെ സംഗതിയുണ്ട്. ഈ ആത്മാവ് വിട്ടുപോയാലും ജീവൻ വിട്ടുപോകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ കോമാ സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ ആത്മാവ് സഞ്ചരിക്കുന്നു, പക്ഷെ ആ ശരീരത്തിന് ജീവനുണ്ട്. ജീവനും കൂടി വിട്ടു പോകുമ്പോഴാണ് മരണം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ ഈ ഇടിയുടെ ആഘാതത്തിൽ ആ ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ ആത്മാവും പുറത്തു പോകും. കാരണം പിന്നെ ആ ശരീരത്തിലോട്ട് കയറാൻ പറ്റില്ല. ജീവൻ ആ ശരീരത്തിൽ കയറിയാൽ മാത്രമേ തിരിച്ച് ആത്മാവിന് അതിലോട്ട് കയറാൻ പറ്റുള്ളൂ. ജീവൻ ആ ശരീരത്തിൽ വേണം. ആ ജീവൻ മരിച്ചാലും കുറെ സമയത്തേക്ക് ആ ജീവൻ ആ ശരീരത്തിൽ തന്നെ അടങ്ങിയിരിക്കും, അത് വിട്ടുപോകില്ല. അതുകൊണ്ടാണ് ചിലർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ആ മോർച്ചറിയിലൊക്കെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ബോഡിയിൽ ജീവൻ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജീവനല്ല വെക്കുന്നത്.
ആത്മാവാണ് വിട്ടുപോയിട്ടുള്ളത്. ജീവൻ പോയി എന്ന് തോന്നിയാലും ജീവന്റെ അംശം ആ ശരീരത്തിൽ കുറെ നേരത്തേക്ക് തങ്ങി നിൽക്കും. കാരണം ഈ ആത്മാവ് തിരിച്ചു വന്നാൽ തിരിച്ച് ഉണരാൻ വേണ്ടിയിട്ട് ജീവൻ കുറെ നേരത്തേക്ക് നിൽക്കും എന്നാണ് എൻ്റെ കണക്ക്. അപ്പോൾ ഈ ആത്മാവ് ആക്സിഡന്റിൽ പെട്ട് പുറത്ത് വരുമ്പോൾ ശരിക്കും ആ ജീവൻ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തിരിച്ച് കയറാൻ പറ്റാത്ത ലെവലിൽ നിൽക്കുമ്പോൾ ആത്മാവിന് ഒരിക്കലും തിരിച്ച് കയറാൻ പറ്റില്ല. അങ്ങനെ ആ മരിച്ചു ആ ഡെഡ് ബോഡി കൊണ്ട് നമ്മൾ പോയി ദഹിപ്പിക്കുക എന്ത് ചെയ്താലും ഏത് സ്പോട്ടിൽ വെച്ചാണോ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വന്നത്, ആ പുറത്തു വന്ന സ്ഥലമാണ് ആ ആത്മാവിന്റെ പിന്നീടുള്ള വാസസ്ഥലം. അത് 3 ഡയമെൻഷനിൽ ഉണ്ട്, എന്നാൽ 4th ഡയമെൻഷനിലും കൂടെ ആണ് അവർക്ക് ആ സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളയമ്പലം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ജംഗ്ഷനിൽ വെച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് വെച്ചോ. സംഭവിച്ച ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പക്ഷെ മരണം നടന്നത് ആ ആഘാതത്തിൽ തന്നെ, ഇടിയുടെ ആഘാതത്തിൽ മരിച്ചെന്ന് വെച്ചാൽ ആ വെള്ളയമ്പലം ജംഗ്ഷനിൽ തന്നെ ആത്മാവിന്റെ വാസസ്ഥലമായി അവിടെ നിൽക്കും. അവിടെ നിന്നും കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടൊക്കെ പോയാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ വരുന്നത് പോലെ ഈ ആത്മാവ് വെള്ളയമ്പലം ജംഗ്ഷനിൽ തന്നെ തിരിച്ച് വന്ന് നിൽക്കും, അവിടെ വന്നിരിക്കണം. മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴിയിൽ ഇപ്പോൾ പാളയത്ത് വെച്ചാണ് ആ ആംബുലൻസിൽ വെച്ച് ആ വ്യക്തി മരിക്കുന്നതെന്ന് വെച്ചാൽ ആ ആത്മാവ് അപ്പോഴാണ് പുറത്ത് വരുന്നതെങ്കിൽ ആ പാളയമായിരിക്കും പിന്നെ വാസസ്ഥലം, ഇടിച്ച സ്ഥലമല്ല. ആ പാളയത്തായിരിക്കും വാസസ്ഥലം. എപ്പോഴാണ് ബോഡിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ബോഡി എവിടെയാണോ ആ സ്ഥലത്താണ് അവരുടെ സ്ഥലം. ഇത് ദൈവം പറഞ്ഞു തന്നൊരു കണക്കാണ്. ആ ആത്മാവ് ശരിക്കും ദുർമരണപ്പെടുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലെങ്കിൽ ചില ജോലികൾ, ദൗത്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും, ഇതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ആത്മാവിന് ഇതൊക്കെ ചെയ്യണം, കാര്യം ആഗ്രഹം നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിൽക്കുകയാണ്, ഇതെല്ലാം ചെയ്യണം. പക്ഷെ മരിച്ചും പോയി. അങ്ങനെ ഇരിക്കുന്ന ആത്മാക്കൾക്ക് ഒരിക്കലും മറ്റൊരു ലോകത്തേക്ക്, അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന സ്വർഗമോ നരകമോ എന്നൊക്കെ പറയുന്ന ആ അടുത്ത മണ്ഡലത്തിലേക്ക് ആത്മാവിന് പോകാൻ കഴിയില്ല. അപ്പോൾ ആത്മാവ് അവിടെ തന്നെ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് വിഷമിച്ച് നിൽക്കേണ്ടി വരും. അപ്പൊ ഈ കാര്യങ്ങൾ സാധിക്കാനും ആഗ്രഹങ്ങൾ തീർക്കാനും ഈ ആത്മാവ് ഒഴിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കയറാൻ പറ്റുന്ന ചില ശരീരങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ അവരുടെ ആഗ്രഹം തീർക്കാനായി വലിഞ്ഞു കയറുന്ന ശരീരത്തിൽ വലിഞ്ഞു കയറുമ്പോഴാണ് നമ്മൾ ബാധ കയറി എന്നൊക്കെ പറഞ്ഞ്, അത് ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ചികിത്സിക്കുന്നത്. ശരിക്കും മറ്റൊരു ആത്മാവ് ഈ ആഗ്രഹം തീർക്കാനായിട്ട് വേറൊരു ശരീരം കണ്ടെത്തുന്നതാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. ഇനി ഈ ആത്മാവിന്റെ ആഗ്രഹം നല്ലതാണെങ്കിൽ ഈ ആത്മാവ് മറ്റുള്ളവരിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്യും. ഇനി ഈ ആത്മാവിന് ഈ മരണം സംഭവിച്ചത് കാരണവും ഇതിന്റെ നിരാശ കാരണവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ആണെങ്കിൽ ഈ ആത്മാവ് മറ്റൊരു ശരീരത്തിലൂടെ അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഈ ആത്മാവിന്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ മാറ്റം വരുന്നത്. ഞാൻ എറണാകുളത്തൊക്കെ കുറച്ചു നാൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വേണ്ടി അങ്ങനെ പോയ സമയത്തൊക്കെ ഞാനിരിക്കുന്ന ആ ഫ്ലാറ്റില് ഒരു 10-20-30 ആത്മാക്കൾ എൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത് ഉറക്കത്തിലല്ല, ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ അവരെയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയൊരു പേടി. ഇത്രയും എണ്ണം ഒന്നിച്ച് ഞാൻ എൻ്റെ ചുറ്റും നിൽക്കുന്നു, എന്തിന്? അവരവർ നിൽക്കവേ തന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇവരെല്ലാവരും കൂടെ എൻ്റെ ചുറ്റും വന്ന് ഞാൻ നിൽപ്പുണ്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? പക്ഷെ അവരെയൊക്കെ ദൈവം എനിക്ക് കാണിച്ചു തരുന്നത് ഒരു വെള്ള എനർജി പോലെയാണ്. അവരുടെ മുഖം ഏതാണ്ട് ഒരു പുക പോലെ വ്യക്തമാണ്, ശരീരം മൊത്തം ഒരു വെള്ള ഒരു പുക പോലെ അങ്ങനെ ഒരു 10-25-30 പേര് ഓളം വരെ കൊച്ചു കുട്ടികൾ വരെ ഉണ്ട്. അപ്പൊ ദൈവം എനിക്ക് പറഞ്ഞു തന്നത്, ഈ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലം, ഫ്ലാറ്റ് എന്ന് ഞാൻ ഏത് ഫ്ലാറ്റാണെന്ന് ഇപ്പൊ പറയുന്നില്ല, ഈ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലം മുമ്പ് കായലായിരുന്നു. ആ കായൽ നിമത്തി വർഷങ്ങൾ കഴിഞ്ഞ് അതൊരു നല്ലൊരു കരഭൂമി പോലെ ആയപ്പോൾ അവിടെയാണ് ഇപ്പോ ആ ഫ്ലാറ്റ് പണിതിരിക്കുന്നത്. അപ്പൊ ആ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും ഫ്ലാറ്റ് തൊട്ടപ്പുറത്ത് കായലാണ്, അവിടെ നമുക്ക് കായലായി കാണാം. അപ്പൊ ആ ഫ്ലാറ്റ് ഇപ്പോ ഫ്ലാറ്റ് ആണെങ്കിൽ മുമ്പ് കായലായിരുന്നപ്പോ ഒരു വള്ളം ആക്സിഡന്റില് വള്ളം മറിഞ്ഞ് മരിച്ച കുറെ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അവരുടെ സ്ഥലം അതാണ്. ഇപ്പൊ വള്ളം മറിഞ്ഞു, അവർ മരിച്ചു, അവിടെ ആ സ്ഥലത്ത് അവർ നിൽപ്പുണ്ട്. അതൊരു മറ്റൊരു ഡയമെൻഷനിലാണ് നിൽക്കുന്നതെങ്കിലും അവർക്ക് തേർഡിലോട്ട് നമുക്ക് സ്വാധീനിക്കാം. അവിടെ ഭാവിയിൽ ഒരു ഫ്ലാറ്റ് വന്നാലും എന്ത് വന്നാലും ഈ ആത്മാക്കൾക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. അവരവിടെ തന്നെ കറങ്ങി ഇങ്ങനെ നിൽക്കും, കാരണം അത് അവരുടെ സ്ഥലമാണ്. എപ്പോഴെങ്കിലും അവരുടെ ആ സമയം കഴിഞ്ഞ് അവർ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഈ 4th 5th ഡയമെൻഷൻ അതിൽ നിന്ന് അവർക്ക് മാറിപ്പോകുന്നത് വരെ, അല്ലെങ്കിൽ അവർ ഒഴിഞ്ഞു മാറുന്നത് വരെ അവർക്കുള്ള സ്ഥലം അവിടെ തന്നെയാണ്.
പക്ഷെ അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. അത്രയും സമയത്തോളം അവർക്കവിടെ നിൽക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ദൈവം പ്രവർത്തിച്ച് ആ ആത്മാക്കളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിനെയാണ് ഈ മോക്ഷം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ശരിക്കുള്ള മോക്ഷത്തിലോട്ട് പോകില്ല. അടുത്ത ജന്മത്തിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മോക്ഷമുണ്ട്. അപ്പൊ ഈ ജന്മത്തിലുള്ള ഒരു മോക്ഷം അങ്ങനെ അത് കിട്ടുള്ളൂ. അല്ലാതെ പൂർണ്ണ മോക്ഷമായി ആ സൃഷ്ടാവായ ദൈവത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. ചില ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഏതെങ്കിലും ഒരു ബോഡി കണ്ടെത്തി അതിലോട്ട് കയറിയിട്ട് ഉടനടി അവരുടെ സ്വഭാവം അവർ പ്രകടിപ്പിക്കില്ല. അവർ പതുക്കെ ഈ വ്യക്തിയിലൂടെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കാൻ തുടങ്ങും. ഇങ്ങനെ സാധിച്ച് കൊള്ളാം എന്ന് തോന്നുമ്പോൾ കൂടുതൽ ബലപ്പെട്ട് ഈ വ്യക്തിയുടെ യഥാർത്ഥ ആത്മാവിനെ കീഴടക്കി അവർ പതുക്കെ ഭരിച്ചു തുടങ്ങുന്നു. അപ്പൊ ഈ വ്യക്തിയുടെ ആത്മാവ് എന്തുകൊണ്ട് കീഴ്പ്പെടുന്നു? ആ ആത്മാവിന് ഈ കയറി വന്ന ആത്മാവിന്റെ അത്ര ശക്തി ഇല്ലാത്തത് കാരണമാണ് ഈ ആത്മാവ് ഇവരെ കീഴ്പ്പെടുത്തിയത്. അപ്പൊ ഈ ആത്മാവിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവിന് ശക്തി ഇല്ലെങ്കിലാണ് മറ്റു ആത്മാവ് നമ്മളിലേക്ക് വലിഞ്ഞു കയറുന്നത്. ഇപ്പൊ നമ്മുടെ ആത്മാവ് നല്ല പവർഫുൾ ആണെങ്കിൽ വേറൊരു ആത്മാവ് നമ്മളിലേക്ക് വലിഞ്ഞു കയറാൻ കഴിയില്ല. കാരണം അതിന് നമ്മളെ പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെ കീഴ്പ്പെടുത്തിയിട്ട് പതുക്കെ ആധിപത്യം സ്ഥാപിച്ച് ഒരു ലെവൽ കഴിയുമ്പോഴാണ് ശരിക്കും വീട്ടുകാർ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഈ വ്യക്തിയിലുള്ള മാറ്റം തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് പറയും ആ നല്ലൊരു സ്വഭാവക്കാരനായിരുന്നു, വലിയ മദ്യപാനമൊന്നും ഇല്ലായിരുന്നു, ഡീസന്റ് ആയിരുന്നു. പക്ഷെ ഈ അടുത്ത കാലം കൊണ്ട് എന്തോ പെട്ടെന്ന് ഒരു സ്വഭാവമാറ്റം. ഇങ്ങനെ സ്വഭാവമാറ്റം എന്നേ എല്ലാവരും വിചാരിക്കുള്ളൂ. പക്ഷേ ഈ സ്വഭാവമാറ്റം അല്ല അതിന്റെ പിന്നിൽ. ഈ കയറി വന്ന ഏതോ ഒരു ആത്മാവ് ഇതിന്റെ ഉള്ളിൽ ഇരുന്നും കൊണ്ട് ആ ആത്മാവിന്റെ രീതിയിൽ അവൻ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ബാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെയാണ് ഈ വ്യക്തിക്ക് പെട്ടെന്നൊരു സ്വഭാവമാറ്റം വരുന്നത്. ഇനി അത് മാറി ഈ ഭാര്യയെടുത്ത് രീതി മാറ്റം, മക്കളെ പോലും പെരുമാറ്റ വ്യത്യാസം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും സീരിയസ് ആയിട്ട് കാര്യത്തിൽ എടുക്കുന്നത്. അപ്പൊ ഈ അടങ്ങിയിരുന്ന ആത്മാവ് ഇവരെ കീഴ്പ്പെടുത്തിയിട്ട് അയാളുടെ സ്വഭാവത്തിലോട്ട് മാറ്റുമ്പോൾ ശരിക്കും ഇവന്റെ ഭാര്യയും മക്കളും ആ ആത്മാവിന്റെ ആരുമല്ല. അപ്പം ആ ആത്മാവ് പൂർണ്ണമായി പൊസസ് ചെയ്ത് വരുന്ന ഈ വ്യക്തിക്ക് ഇവന്റെ മോനാണെന്നോ മോളാണെന്നുള്ള തോന്നലൊക്കെ അങ്ങ് മാറും. പക്ഷെ ഈ വ്യക്തിയുടെ ആത്മാവ് അകത്തിരുന്ന് കരയുകയായിരിക്കും. കാര്യം ആത്മാവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വഴി എന്തെങ്കിലും രീതിയിൽ ഫോഴ്സ് ചെയ്ത് ഈ വലിഞ്ഞു കയറിയ ആത്മാവിനെ പുറത്താക്കുന്നത്. അപ്പൊ ഈ ആത്മാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറെ ഗതിയില്ലാതെ പുറത്ത് ഇറങ്ങി പിന്നെ അപ്പൊ ഈ പുറത്താക്കുന്ന പ്രക്രിയകൾ ചിലപ്പോ ഈ പണ്ടുള്ള ഒരു അടിയൊക്കെ കൊടുക്കും ശരീരത്തില്, ചിലപ്പോ തീയൊക്കെ പൊള്ളിപ്പിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമൊക്കെ പ്രാർത്ഥിച്ച് തളിക്കും. അപ്പൊ തളിക്കപ്പോ ഈ വ്യക്തി കിടന്ന് അലറി വിളിക്കുന്നതിന്റെ കാരണം മറ്റേ ആത്മാവിന് അത് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ആത്മാവിന് ഞാൻ പറഞ്ഞില്ല അതൊരു മനസ്സാണ്, എല്ലാ വിചാരവും ഒക്കെ ആ മനസ്സിനുണ്ട്. അപ്പൊ നമ്മൾ ഈ ശരീരത്തിൽ എന്ത് ചെയ്താലും പൊസസ് ചെയ്ത് നിൽക്കുന്ന ആ ആത്മാവിനായിരിക്കും അതിന്റെ വേദനയും കാര്യങ്ങളെല്ലാം അനുഭവപ്പെടുന്നത്. അങ്ങനെ അനുഭവപ്പെട്ട് അപ്പൊ ഇവന്റെ ആത്മാവിനെ അനുഭവപ്പെടുമെന്ന് വെച്ചാൽ അവന്റെ അകത്ത് ഒതുങ്ങിയിരിക്കുന്ന ആ ആത്മാവിനെ അനുഭവപ്പെടും. പക്ഷെ വേറെ വഴിയില്ല. അതുകൊണ്ടൊക്കെയാണ് പണ്ടുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വന്ന് ഈ ആത്മാവ് ശരീരം വിട്ട് പുറത്തു പോകുമ്പോൾ നിവൃത്തിയില്ലാതെ ഈ ചെയ്യുന്ന വ്യക്തിയുടെ ശല്യം സഹിച്ചാണ് പുറത്തു പോണത്. അല്ലാതെ ഇരിക്കുന്ന ശരിക്കും ഏത് വ്യക്തിയിലാണോ ഇരിക്കുന്നത് ആ വ്യക്തിയെ പേടിച്ചല്ല ഈ ആത്മാവ് പുറത്തു പോകുന്നത്. ഏതോ ഒത്തിരി ആത്മബലം ഉള്ള ഒരാള് ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും അല്ലെങ്കിൽ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഇറിറ്റേഷൻ കാരണമാണ് ഈ ആത്മാവ് പുറത്തു പോകുന്നത്. ഇത് പിന്നെ അലഞ്ഞു തിരിയും. പക്ഷെ നേരത്തെ ഇരുന്ന അത്രയും നല്ലൊരു ശരീരം, അത്രയും സുഖമുള്ള ഒരു ഏരിയ കിട്ടിയില്ലെങ്കിൽ ഇത് പതുക്കെ ഈ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു കയറാൻ ശ്രമിക്കും. കാരണം അതിന് അവിടെ ഇരുന്ന് സുഖിച്ചുപോയി. അതുകൊണ്ടാണ് ദൈവം എന്നോട് പറയുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഒരു വ്യത്യാസം വരുന്നതിനേക്കാളിലും ഈ വ്യക്തിയെ ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അവന്റെ അകത്ത് ഭയപ്പെട്ടിരിക്കുന്ന അവന്റെ ആത്മാവ് പതുക്കെ പവർഫുൾ ആവാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, പൂർണ്ണമായി മറ്റേ ആത്മാവ് പൊസസ്സായിട്ട് അവന്റെ അകത്തിരുന്ന ആ ആത്മാവിനെ അവനിൽ നിന്ന് പുറന്തള്ളിക്കളയുന്ന ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി 100% വേറെ വ്യക്തിയായി മാറിക്കഴിയും. അങ്ങനെ ആയി കഴിഞ്ഞാൽ പറ്റൂല. പക്ഷെ ഒരു 50-50 അല്ലെങ്കിൽ ഒരു ലെവലിലെങ്കിലും അവന്റെ അകത്ത് ശരിക്കുള്ള ആത്മാവ് ഒളിഞ്ഞിരിപ്പുണ്ട്, വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് അടുപ്പിച്ച് ആ ആത്മാവിനെ നമുക്ക് പവർഫുൾ ആക്കാം. അങ്ങനെ പവർഫുൾ ആക്കുമ്പോൾ ഈ ആത്മാവ് പവർഫുൾ ആവുന്നത് കണ്ട് മറ്റേ ആത്മാവ് ഇവനെ വിട്ടു പോയാൽ പിന്നെ ഒരിക്കലും അവൻ ഈ ശരീരത്തിലേക്ക് തിരിച്ചു വരില്ല. അങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ ഈ അലഞ്ഞു വലിഞ്ഞു കയറുന്ന ആത്മാക്കളെ നമ്മൾ പുറത്താക്കി അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇനി
ആത്മാക്കൾ അലഞ്ഞു തിരിയാൻ കാരണമാകുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഒരാൾ തെറ്റൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അവന്റെ തോന്നിയ രീതിയിലൊക്കെ ജീവിച്ച് മുന്നോട്ട് പോയി, പക്ഷേ അതിഭയങ്കരമായ ഭക്തി അവനിലുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഭയങ്കരമായ ദൈവഭക്തിയും എല്ലാം ഉണ്ട്, ഒരു സൈഡിലുണ്ട്. കുറച്ച് ദൈവഭയമൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും അവിടെ പൂർണ്ണമാവുന്നില്ല. പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ മോശക്കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന വ്യക്തികൾ മരിക്കുമ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങൾക്കും അവർ ദൈവത്തോട് ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നത് കാരണവും അവരുടെ ആത്മാക്കളെ ശരിക്കും ഈ നരകം എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിലേക്ക് തള്ളിവിടാൻ ദൈവം ചെയ്യില്ല. ഈ വ്യക്തി ചിലപ്പോൾ തെറ്റ് ചെയ്തതും അവൻ പല രീതിയിലും വഴിതെറ്റി പോയതെല്ലാം അവന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ വ്യക്തി പല തെറ്റുകളൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുന്ന ആത്മാക്കളെ ദൈവം ശരിക്കും പറഞ്ഞാൽ ഒരു ശിക്ഷ എന്നോണം ഈ ഭൂമിയിൽ തന്നെ അവരെ നിലനിർത്തും. അവർക്ക് ഈ ഭൂമി വിട്ട് അടുത്ത വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. ഈ ഭൂമിയിലുള്ള തന്നെ 4th 5th ഡയമെൻഷനിലോട്ടൊക്കെ അവരെ പിടിച്ചു നിർത്തും. അവിടെ നിന്നും കൊണ്ട് ഇവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടാണ് അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല തെറ്റുകൾ ചെയ്യുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ടോ നമ്മളെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടോ എന്തൊക്കെ തെറ്റുകൾ ചെയ്താണ് അവർക്ക് നേട്ടം കൊടുത്തത്, അതിനൊക്കെ പ്രായച്ചിത്തം എന്നോണം ഇവർ തന്നെ അവരെ ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവം ഇവരെ കയ്യിൽ തന്നെ അവർക്കുള്ള ശിക്ഷ കൊടുക്കും. ആ ശിക്ഷ എന്തെന്ന് വെച്ചാൽ ഇവരായിട്ട് ഉണ്ടാക്കി കൊടുത്തതും ഇവരായിട്ട് നേട്ടം വെച്ചതെല്ലാം ഇവരിലൂടെ തന്നെ അതിനെ മാറ്റി നശിപ്പിച്ച് കാണിക്കണം എന്ന് ദൈവം അവരടുത്ത് പറയും. ഇത് ദൈവം എനിക്ക് പറഞ്ഞൊരു കാര്യമാണ്. അത് ദൈവം നേരിട്ടല്ല, ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്ന ചില ശക്തികളുണ്ട്. അവർ ഇവരെ കൊണ്ട് അത് ചെയ്യിക്കും. അപ്പൊ ഇവർക്കത് ചെയ്താൽ മാത്രമേ അവരെ പൂർണ്ണമായിട്ട് ഇവർക്ക് ഈ ഭൂമി വിട്ട് അവർക്ക് സ്വസ്ഥമായ ഒരു മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർക്കത് നിവൃത്തിയില്ലാതെ വിഷമിച്ച് അവരായിട്ട് ചെയ്തു കൂട്ടിയ തെറ്റിന്റെ പ്രായശ്ചിത്തം എന്നോണം അവരിലൂടെ നേട്ടം കിട്ടിയ വ്യക്തികളിലൂടെ ആ നേട്ടമെല്ലാം ഇവർ തന്നെ നശിപ്പിച്ച് കളയേണ്ടി വരും. പക്ഷെ അതവർക്ക് ഒരു സന്തോഷമുള്ള കാര്യമല്ല. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ കൊലപാതകവും അല്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ കൂടെ പണം സമ്പാദിച്ചും തെറ്റുകൾ ചെയ്തൊക്കെ വാരി കൂട്ടിയത്. പിന്നെ നമ്മൾ വിചാരിക്കും അടുത്ത തലമുറ വന്നപ്പോൾ അതിന്റെ അടുത്ത തലമുറ വന്നപ്പോൾ എല്ലാ മക്കളും നശിപ്പിച്ചു. കറക്റ്റ്. അത് എങ്ങനെ നശിക്കുന്നു വെച്ചാൽ അതിന്റെ ഒരു കാരണം ഈ ഉണ്ടാക്കിയ വ്യക്തിയുടെ ആത്മാവും അതിലൊരു കാരണമാണ്. കാരണം എങ്കിൽ അയാൾക്ക് മോചനം കിട്ടുള്ളൂ. അപ്പൊ അയാൾക്ക് മോചനം കിട്ടാൻ വേണ്ടി ഇയാൾക്ക് ഇത് ചെയ്യേണ്ടി വരും. ഇനി അഥവാ ചെയ്തില്ല എന്ന് വെച്ചാൽ അയാളെ കൊണ്ട് ഈ അദൃശ്യ ശക്തികൾ ചില ശിക്ഷകൾ നൽകി വരെ അയാളെ കൊണ്ട് ഇത് ചെയ്യിക്കും. അപ്പം ഇത് കേൾക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ ചതിയിലൂടെയും വഞ്ചനയിലൂടെയൊക്കെ നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നത് നാളെ നമ്മളുടെ മരണശേഷം നമ്മൾ തന്നെ പോയി അതിനെ നശിപ്പിച്ച് ടാലിയാക്കി കാണിക്കേണ്ടി വരും. പക്ഷെ ഈ തലമുറയ്ക്കൊക്കെ ദൈവം ഉയർച്ച വെച്ചിട്ടുണ്ട്. എങ്ങനെ? അവരധ്വാനിച്ചും അവർ കഷ്ടപ്പെട്ടും അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർക്കത് സമ്പാദിക്കാം, അവർക്ക് വളർത്താം. പക്ഷെ ഈ അച്ഛൻ വഴി അല്ലെങ്കിൽ അപ്പൻ വഴി ദാനമായി കിട്ടിയതെല്ലാം പതുക്കെ നശിച്ചു പോകുന്നതിന്റെ കാരണം ഒന്ന് ഇതാണ്. നമുക്ക് ചുറ്റും ആ മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലൊക്കെ നമുക്ക് ചുറ്റും അവരുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ആത്മീയ വളർച്ച വന്ന വ്യക്തികളുടെ അടുത്തൊക്കെ ഈ ആത്മാവ് വളരെ വിഷമിച്ചും ദുഃഖിച്ചും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് ഇവർ കാണാറുണ്ട്. അതിന്റെയൊക്കെ കാരണം ഇവരുടെ ആ വിഷമം അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. പക്ഷെ ഈ വ്യക്തിക്ക് അത്ര ആത്മവളർച്ച ഇല്ലാത്തത് കാരണം അങ്ങോട്ട് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് പറ്റുന്നില്ല. പക്ഷെ യാദൃശ്ചികമായിട്ടും അവരുടെ ദുഃഖിച്ച മുഖവും അവർ ചിലപ്പോൾ നമ്മളടുത്ത് വന്നിരുന്ന് കരയുന്നതായിട്ട് നമുക്ക് തോന്നും, അങ്ങനെ നമ്മൾ കാണും. ഇതിനെല്ലാം കാരണം ആ ആത്മാവ് അത്രയും വിഷമിച്ച് നമ്മളെ ചുറ്റും നിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന ചില വിഷമങ്ങളും നമ്മൾ തെറ്റിപ്പോകുന്നത് ഓർത്തും ഈ ആത്മാക്കൾ കരഞ്ഞ് വിഷമിച്ചൊക്കെ നിൽക്കും. അത് വേറൊരു വശം. അതും ദൈവം കൊടുക്കുന്ന ഒരു പ്രായശ്ചിത്തം എന്നോണം അവരെ നമ്മളെ ചുറ്റും അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. അവരിതൊക്കെ കാണണം, അങ്ങനെ വിഷമിക്കണം, കരയണം. അങ്ങനെ അവർ ഭൂമിയിൽ ചെയ്തിരുന്ന ചില കാര്യങ്ങളുടെ പ്രായശ്ചിത്തം ഈ രീതിയിൽ തീർത്തു വരും. അപ്പോൾ മരിച്ചുപോയ ആത്മാക്കൾ ഈ അലഞ്ഞു തിരിയുന്നു, അതിന്റെയൊക്കെ കുറച്ച് വിശദീകരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ആഴത്തിലും ഇതിന്റെ അപ്പുറത്തോട്ടും പല വിശദീകരണങ്ങളുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അതിലോട്ടൊക്കെ കടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം ഇപ്പൊ കഴിയുന്നു. ഓക്കെ, ശരി.